സ്വാഗതം ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്മാർട്ട് വിന്നർ യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് റിവിഷൻ മോക്ക് ടെസ്റ്റാണ്. 100 ചോദ്യങ്ങളടങ്ങിയ റിവിഷൻ മോക്ക് ടെസ്റ്റാണ്. അപ്പോൾ മറ്റ് അനുബന്ധ വിവരങ്ങളൊന്നും പറയുന്നില്ല, നമ്മൾ നേരത്തെ പരിശീലിച്ച ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ 100% മാർക്ക് മേടിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റിവിഷൻ മോക്ക് ടെസ്റ്റിലേക്ക് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. സിനിമയാക്കിയ മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവൽ ഏതാണ്? ഓപ്ഷൻ സി, മാർത്താണ്ഡവർമ്മയാണ് സിനിമയാക്കിയ മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവലാണ് മാർത്താണ്ഡവർമ്മ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഏത് ഹോർമോണിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്? ഓപ്ഷൻ സി, വാസോപ്രസിൻ ഹോർമോണിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ സുനാമി മുന്നറിയിപ്പ് കേന്ദ്രം സ്ഥാപിച്ചത് എവിടെ? ഓപ്ഷൻ സി, ഹൈദരാബാദിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സുനാമി മുന്നറിയിപ്പ് കേന്ദ്രം സ്ഥാപിച്ചത് ഹൈദരാബാദിൽ. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുള്ള ഭൂഖണ്ഡം ഏത്? ഓപ്ഷൻ ബി, ആഫ്രിക്കയാണ്. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുള്ള ഭൂഖണ്ഡമാണ് ആഫ്രിക്ക. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശത്തെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഓപ്ഷൻ എ, ബി ആർ അംബേദ്കർ ആണ് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശത്തെ ആർട്ടിക്കിൾ 32 ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ഡോക്ടർ ബി ആർ അംബേദ്കർ. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഒന്നാം കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കർ ആരായിരുന്നു? ഓപ്ഷൻ ഡി, ഐഷാബായി ആയിരുന്നു ഒന്നാം കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കർ, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ആദ്യ ഡെപ്യൂട്ടി സ്പീക്കർ ആയിരുന്നു ഐഷാബായി. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരള ബാങ്കിൻ്റെ ഭാഗമാകാത്ത ജില്ലാ സഹകരണ ബാങ്ക് ഏത്? ഓപ്ഷൻ എ, മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കാണ്. കേരള ബാങ്കിൻ്റെ ഭാഗമാകാത്ത ജില്ലാ സഹകരണ ബാങ്കാണ് മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഭൗമാന്തരീക്ഷത്തിൽ ശരാശരി താപനില നിലനിർത്താൻ സഹായിക്കുന്ന വാതകം ഏത്? ഓപ്ഷൻ എ, കാർബൺ ഡയോക്സൈഡ് ആണ്. ഭൗമാന്തരീക്ഷത്തിൽ ശരാശരി താപനില നിലനിർത്താൻ സഹായിക്കുന്ന വാതകമാണ് കാർബൺ ഡയോക്സൈഡ്. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, കോൺഗ്രസിൻ്റെ തൊഴിലാളി സംഘടനയായ ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് INTUC സ്ഥാപിതമായ വർഷം ഏത്? ഓപ്ഷൻ സി, 1947 കോൺഗ്രസിൻ്റെ തൊഴിലാളി സംഘടനയായ ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം 1947. പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 1942 ഏത് രാജ്യമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ പിടിച്ചെടുത്തത്? ഓപ്ഷൻ ഡി, ജപ്പാനാണ്. 1942 ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ പിടിച്ചെടുത്തത് ജപ്പാൻ. 11ാമത്തെ ക്വസ്റ്റ്യൻ, 1928 ഇന്ത്യൻ ഹോക്കി ടീമിനെ വിജയത്തിലേക്ക് നയിച്ച ടീം ക്യാപ്റ്റൻ ആരായിരുന്നു? ഓപ്ഷൻ ഡി, ജയ്പാൽ സിംഗ് ആയിരുന്നു. 1928 ഇന്ത്യൻ ഹോക്കി ടീമിനെ വിജയത്തിലേക്ക് നയിച്ച ടീം ക്യാപ്റ്റൻ ആയിരുന്നു ജയ്പാൽ സിംഗ്. 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരളത്തിലെ ആദ്യത്തെ കൂട്ടുകക്ഷി മന്ത്രിസഭ ആരുടെ നേതൃത്വത്തിലായിരുന്നു? ഓപ്ഷൻ ബി, പട്ടം താണുപിള്ളയുടെ നേതൃത്വത്തിലായിരുന്നു. കേരളത്തിലെ ആദ്യത്തെ കൂട്ടുകക്ഷി മന്ത്രിസഭ പട്ടം താണുപിള്ളയുടെ നേതൃത്വത്തിലായിരുന്നു. 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യ പാകിസ്ഥാനുമായി സിന്ധു നദീജല കരാർ ഒപ്പുവെച്ച വർഷം ഏത്? ഓപ്ഷൻ ഡി, 1960 ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് സിന്ധു നദീജല കരാർ ഒപ്പുവെച്ച വർഷമാണ് 1960. 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. തിരുവിതാംകൂർ കൊച്ചി നാട്ടുരാജ്യങ്ങൾ സംയോജിപ്പിച്ച് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായത് എപ്പോൾ? ഓപ്ഷൻ സി, 1949 ജൂലൈ 1 തിരുവിതാംകൂർ കൊച്ചി നാട്ടുരാജ്യങ്ങൾ സംയോജിപ്പിച്ച് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായത് 1949 ജൂലൈ 1. 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ജനനമരണ വിവാഹ രജിസ്ട്രേഷനുകൾ നടത്താൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിൻ്റെ പേരെന്ത്?
ഓപ്ഷൻ സി സേവന സോഫ്റ്റ്വെയർ ആണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ജനനമരണ വിവാഹ രജിസ്ട്രേഷനുകൾ നടത്താൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് സേവന സോഫ്റ്റ്വെയർ. 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രത്തിൻ്റെ സ്ഥാപകനാര്? ഓപ്ഷൻ ഡി ദാദാഭായ് നവറോജിയാണ് വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ദാദാഭായ് നവറോജി. 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് ഏത്? ഓപ്ഷൻ ബി ടെഹ്രി അണക്കെട്ടാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടാണ് ടെഹ്രി ഡാം. 18ാമത്തെ ക്വസ്റ്റ്യൻ. ഏറ്റവും കൂടുതൽ ദൂരം രാജ്യാന്തര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഓപ്ഷൻ സി പശ്ചിമ ബംഗാളിനാണ് ഏറ്റവും കൂടുതൽ ദൂരം രാജ്യാന്തര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഏത് നദിയിലാണ് മീൻവല്ലം പദ്ധതി സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ തൂതപ്പുഴയിലാണ് മീൻവല്ലം പദ്ധതി സ്ഥിതി ചെയ്യുന്നത് തൂതപ്പുഴയിൽ. 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. തീർത്ഥാടന ടൂറിസത്തിൻ്റെ ആസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏത്? ഓപ്ഷൻ ബി പത്തനംതിട്ട ജില്ലയാണ് തീർത്ഥാടന ടൂറിസത്തിൻ്റെ ആസ്ഥാനം എന്നറിയപ്പെടുന്നത് പത്തനംതിട്ട ജില്ല. 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കിഴക്കിൻ്റെ ഓക്സ്ഫോർഡ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം ഏത്? ഓപ്ഷൻ ബി പൂനെയാണ്. കിഴക്കിൻ്റെ ഓക്സ്ഫോർഡ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരമാണ് പൂനെ. 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മലയാളത്തിലെ ആദ്യ നോവലായ കുന്തലതയുടെ കർത്താവാര്? ഓപ്ഷൻ ഡി അപ്പു നെടുങ്ങാടിയാണ് മലയാളത്തിലെ ആദ്യ നോവലായ കുന്തലതയുടെ കർത്താവ് അപ്പു നെടുങ്ങാടി. 23ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. പോട്ടമോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? ഓപ്ഷൻ എ നദികളെക്കുറിച്ചുള്ള പഠനമാണ് പോട്ടമോളജി. നദികളെക്കുറിച്ചുള്ള പഠനമാണ്. 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഏത് സംസ്ഥാനത്തിൻ്റെ പഴയ പേരാണ് വനാഞ്ചൽ? ഓപ്ഷൻ സി ജാർഖണ്ഡിൻ്റെ പഴയ പേരാണ് വനാഞ്ചൽ. 25ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. താഴെ പറയുന്നവയിൽ കടൽ തീരമില്ലാത്ത സംസ്ഥാനം ഏത്? ഓപ്ഷൻ ബി തെലുങ്കാനയ്ക്കാണ് താഴെ പറയുന്നവയിൽ കടൽ തീരമില്ലാത്ത സംസ്ഥാനം തെലുങ്കാന. 26ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. UGC ആരംഭിച്ചത് ഏത് വിദ്യാഭ്യാസ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം? ഓപ്ഷൻ സി ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ് UGC ആരംഭിച്ചത് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം. 27ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാൻ ആഹ്വാനം ചെയ്യുന്ന സൈഫുൾ ബത്താർ എന്ന കൃതി രചിച്ചതാര്? ഓപ്ഷൻ സി മമ്പുറം തങ്ങളാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാൻ ആഹ്വാനം ചെയ്യുന്ന സൈഫുൾ ബത്താർ എന്ന കൃതി രചിച്ചത് മമ്പുറം തങ്ങൾ. 28ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിൽ ഡച്ചുകാരുടെ ആധിപത്യത്തിന് അന്ത്യം കുറിച്ച യുദ്ധമേത്? ഓപ്ഷൻ ബി കുളച്ചൽ യുദ്ധമാണ്. കേരളത്തിൽ ഡച്ചുകാരുടെ ആധിപത്യത്തിന് അന്ത്യം കുറിച്ച യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. 29ാമത്തെ ക്വസ്റ്റ്യൻ. വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെ? ഓപ്ഷൻ സി ഡെറാഡൂണിലാണ് വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഡെറാഡൂൺ. 30ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഞാൻ മരിക്കുമ്പോൾ എൻ്റെ ഓരോ തുള്ളി ചോരയും ഈ രാജ്യത്തിന് ശക്തിയും ജീവനും പകരും. ആരുടെ വാക്കുകളാണിവ? ഓപ്ഷൻ ബി ഇന്ദിരാഗാന്ധിയുടെ വാക്കുകളാണ്. ഞാൻ മരിക്കുമ്പോൾ എൻ്റെ ഓരോ തുള്ളി ചോരയും ഈ രാജ്യത്തിന് ശക്തിയും ജീവനും പകരും. ഇന്ദിരാഗാന്ധിയുടെ വാക്കുകൾ. 31ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ബഹിഷ്കൃത ഭാരത് എന്ന പത്രത്തിൻ്റെ സ്ഥാപകനാര്? ഓപ്ഷൻ ബി അംബേദ്കർ ആണ്. ബഹിഷ്കൃത ഭാരത് എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ഡോക്ടർ BR അംബേദ്കർ. 32ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിൽ ആദ്യത്തെ ഭൂഗർഭ റെയിൽവേ സ്ഥാപിതമായത് എവിടെ? ഓപ്ഷൻ എ
കൊൽക്കത്തയിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ ഭൂഗർഭ റെയിൽവേ സ്ഥാപിതമായത്. കൊൽക്കത്തയിൽ. 33ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ത്വക്കിനും രോമത്തിനും മൃദുത്വം നൽകുന്ന ദ്രാവകം ഏത്? ഓപ്ഷൻ സി സീബമാണ്. ത്വക്കിനും രോമത്തിനും മൃദുത്വം നൽകുന്ന ദ്രാവകമാണ് സീബം. 34ാമത്തെ ക്വസ്റ്റ്യൻ. പൈറോമീറ്ററിൻ്റെ ഉപയോഗമെന്ത്? ഓപ്ഷൻ എ ഉയർന്ന താപനില അളക്കുന്നതിനാണ് പൈറോമീറ്റർ ഉപയോഗിക്കുന്നത്. ഉയർന്ന താപനില അളക്കുന്നതിന്. 35ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സമപന്തി ഭോജനം നടത്തി ഐത്ത വ്യവസ്ഥയെ വെല്ലുവിളിച്ച നവോത്ഥാന നായകൻ ആര്? ഓപ്ഷൻ ബി വൈകുണ്ഠ സ്വാമികളാണ്. സമപന്തി ഭോജനം നടത്തി ഐത്ത വ്യവസ്ഥയെ വെല്ലുവിളിച്ച നവോത്ഥാന നായകൻ വൈകുണ്ഠ സ്വാമികൾ. 36ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാന വിസർജനാവയവം ഏത്? ഓപ്ഷൻ എ വൃക്കകളാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാന വിസർജനാവയവമാണ് വൃക്കകൾ. 37ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ ആരംഭിച്ച സമുദായ സംഘടന ഏത്? ഓപ്ഷൻ ബി NSS ആണ്. നായർ സർവീസ് സൊസൈറ്റിയാണ് ഗോപാലകൃഷ്ണ ഗോഖലെയുടെ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ ആരംഭിച്ച സമുദായ സംഘടനയാണ് NSS. 38ാമത്തെ ക്വസ്റ്റ്യൻ. മുംബൈയിലെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ രൂപകൽപ്പന ചെയ്തതാര്? ഓപ്ഷൻ ഡി ജോർജ് വിറ്ററ്റ് ആണ്. മുംബൈയിലെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ രൂപകൽപ്പന ചെയ്തത് ജോർജ് വിറ്ററ്റ്. 39ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചതാര്? ഓപ്ഷൻ സി ഇന്ദിരാഗാന്ധിയാണ്. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധി. 40ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. UGCയുടെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? ഓപ്ഷൻ ബി ശാന്തി സ്വരൂപ് ഭട്നാഗർ ആയിരുന്നു. UGCയുടെ ആദ്യ ചെയർമാൻ ശാന്തി സ്വരൂപ് ഭട്നാഗർ. 41ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഓപ്ഷൻ ബി കൊല്ലം ജില്ലയിലാണ്. ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കൊല്ലം. 42ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതെന്ന്? ഓപ്ഷൻ ബി 1975 ജൂൺ 25-നാണ് ഇന്ത്യയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. 1975 ജൂൺ 25-ന്. 43ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഐക്യരാഷ്ട്രസഭയിൽ 8 മണിക്കൂർ തുടർച്ചയായി പ്രസംഗിച്ച് ശ്രദ്ധേയനായ മലയാളി ആരായിരുന്നു? ഓപ്ഷൻ സി VK കൃഷ്ണമേനോനാണ്. ഐക്യരാഷ്ട്രസഭയിൽ 8 മണിക്കൂർ തുടർച്ചയായി പ്രസംഗിച്ച ശ്രദ്ധേയനായ മലയാളി VK കൃഷ്ണമേനോൻ. 44ാമത്തെ ക്വസ്റ്റ്യൻ. വിവിധ ഇനം മണ്ണുകളെക്കുറിച്ചുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ എ പെഡോളജി എന്നതാണ്. വിവിധ ഇനം മണ്ണുകളെക്കുറിച്ചുള്ള പഠനമാണ് പെഡോളജി. 45ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്താങ്കി നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ സി നാഗാലാൻഡിലാണ്. ഇന്താങ്കി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് നാഗാലാൻഡിൽ. 46ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 2016 റിയോ ഡി ജനീറോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യ മെഡൽ നേടിയത് ആര്? ഓപ്ഷൻ എ സാക്ഷി മാലിക്കാണ്. 2016 റിയോ ഡി ജനീറോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യ മെഡൽ നേടിയത് സാക്ഷി മാലിക്. 47ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ജവഹർലാൽ നെഹ്റുവിൻ്റെ 100ാം ജന്മവാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ആരംഭിച്ച ട്രെയിൻ സർവീസ് ഏത്? ഓപ്ഷൻ ഡി ശതാബ്ദി എക്സ്പ്രസ് ആണ്. ജവഹർലാൽ നെഹ്റുവിൻ്റെ 100ാം ജന്മവാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ആരംഭിച്ച ട്രെയിൻ സർവീസാണ് ശതാബ്ദി എക്സ്പ്രസ്. 48ാമത്തെ ക്വസ്റ്റ്യൻ. ഏത് ലിസ്റ്റിലാണ് വിദ്യാഭ്യാസം ഉൾപ്പെടുന്നത്? ഓപ്ഷൻ സി
കൺകറൻറ്റ് ലിസ്റ്റിലാണ് വിദ്യാഭ്യാസം ഉൾപ്പെടുന്നത്. കൺകറൻറ്റ് ലിസ്റ്റിൽ. 49ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. പഴശ്ശിരാജ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ ഡി കോഴിക്കോടാണ് പഴശ്ശിരാജ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. കോഴിക്കോട്. 50ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. തലപ്പാടിപ്പുഴ എന്നറിയപ്പെടുന്ന നദി ഏത്? ഓപ്ഷൻ സി മഞ്ചേശ്വരം പുഴയാണ്. തലപ്പാടിപ്പുഴ എന്നറിയപ്പെടുന്ന നദിയാണ് മഞ്ചേശ്വരം പുഴ. 51ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഗാന്ധിജിയുടെ ആത്മകഥയിൽ സൂചിപ്പിച്ചിട്ടുള്ള ഒരേയൊരു കേരളീയൻ ആര്? ഓപ്ഷൻ ഡി ജി.പി. പിള്ളയാണ്. ഗാന്ധിജിയുടെ ആത്മകഥയിൽ സൂചിപ്പിച്ചിട്ടുള്ള ഒരേയൊരു കേരളീയനാണ് ജി.പി. പിള്ള. 52ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ദേശീയ പതാകയെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് എന്ന്? ഓപ്ഷൻ സി 1947 ജൂലൈ 22-നാണ് ഇന്ത്യൻ ദേശീയ പതാകയെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത്. 1947 ജൂലൈ 22-ന്. 53ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ സപ്ത സഹോദരിമാരിൽ പെടാത്ത വടക്ക് കിഴക്കൻ സംസ്ഥാനം ഏത്? ഓപ്ഷൻ സി സിക്കിമാണ്. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ സപ്ത സഹോദരിമാരിൽ പെടാത്ത വടക്ക് കിഴക്കൻ സംസ്ഥാനമാണ് സിക്കിം. 54ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഭരണഘടന ആർട്ടിക്കിൾ ഏത്? ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 324 ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 324. 55ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. താഴെ പറയുന്നവയിൽ പോസിറ്റീവ് ചാർജ് ഉള്ളത് ഏത്? ഓപ്ഷൻ എ ആൽഫ കണമാണ്. താഴെ പറയുന്നവയിൽ പോസിറ്റീവ് ചാർജ് ഉള്ളത് ആൽഫ കണത്തിന്. 56ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണമെന്ത്? ഓപ്ഷൻ സി ആന്തരിക പ്രതിഫലനമാണ്. വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസമാണ് ആന്തരിക പ്രതിഫലനം. 57ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഫ്രഞ്ച് അധിനിവേശ പ്രദേശമല്ലാത്തത് ഏത്? ഓപ്ഷൻ ബി ദാമനാണ്. താഴെ പറയുന്നവയിൽ ഫ്രഞ്ച് അധിനിവേശ പ്രദേശമല്ലാത്തത് ദാമൻ. 58ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചതാര്? ഓപ്ഷൻ ബി മന്നത്ത് പത്മനാഭനാണ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായിട്ട് മലയാളത്തിൽ പ്രസംഗിച്ചത് മന്നത്ത് പത്മനാഭൻ. 59ാമത്തെ ക്വസ്റ്റ്യൻ. മുഴുവൻ ഭാഗങ്ങളും ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച ആദ്യ ട്രെയിൻ ഏത്? ഓപ്ഷൻ ഡി മേധ ട്രെയിനാണ്. മുഴുവൻ ഭാഗങ്ങളും ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച ആദ്യ ട്രെയിനാണ് മേധ ട്രെയിൻ. 60ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദി ഏത്? ഓപ്ഷൻ സി കാവേരി നദിയാണ്. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദിയാണ് കാവേരി. 61ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തെ രാജ്യത്തെ ആദ്യ ശിശു സൗഹാർദ്ദ സംസ്ഥാനമായി തിരഞ്ഞെടുത്ത വർഷമേത്? ഓപ്ഷൻ സി 2002-ലാണ് കേരളത്തെ രാജ്യത്തെ ആദ്യ ശിശു സൗഹാർദ്ദ സംസ്ഥാനമായി തിരഞ്ഞെടുത്ത വർഷമാണ് 2002. 62ാമത്തെ ക്വസ്റ്റ്യൻ. കേരള ബാങ്ക് രൂപീകരണം സംബന്ധിച്ച് പഠനം നടത്താൻ നിയോഗിച്ച കമ്മിറ്റി ഏത്? ഓപ്ഷൻ എ ശ്രീറാം കമ്മിറ്റിയാണ്. കേരള ബാങ്ക് രൂപീകരണം സംബന്ധിച്ച് പഠനം നടത്താൻ നിയോഗിച്ച കമ്മിറ്റിയാണ് ശ്രീറാം കമ്മിറ്റി. 63ാമത്തെ ക്വസ്റ്റ്യൻ. വിദേശകാര്യങ്ങൾ ആഭ്യന്തര കാര്യങ്ങളെ പിന്തുടരും എന്ന് പ്രസ്താവിച്ചതാര്? ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു ആണ്. വിദേശകാര്യങ്ങൾ ആഭ്യന്തര കാര്യങ്ങളെ പിന്തുടരും എന്ന് പ്രസ്താവിച്ചത് ജവഹർലാൽ നെഹ്റു. 64ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മീനമാത ദുരന്തത്തിന് കാരണമായ രാസവസ്തു ഏത്? ഓപ്ഷൻ ബി മീഥൈൽ മെർക്കുറിയാണ്. മീനമാത ദുരന്തത്തിന് കാരണമായ രാസവസ്തുവാണ് മീഥൈൽ മെർക്കുറി. 65ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക.
ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഗവർണറായി നിയമിക്കപ്പെടുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി എത്ര? ഓപ്ഷൻ സി 35 വയസ്സാണ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഗവർണറായി നിയമിക്കപ്പെടുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധിയാണ് 35 വയസ്സ്. 66ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ചാമ്പൽ മലയണ്ണാനും നക്ഷത്ര ആമയും കാണപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമേത്? ഓപ്ഷൻ സി ചിന്നാർ വന്യജീവി സങ്കേതത്തിലാണ് ചാമ്പൽ മലയണ്ണാനും നക്ഷത്ര ആമയും കാണപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് ചിന്നാർ വന്യജീവി സങ്കേതം. 67ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 1114 കഥ എന്ന കൃതി രചിച്ചത് ആര്? ഓപ്ഷൻ സി അക്കാമ ചെറിയാനാണ് 1114 കഥ എന്ന കൃതി രചിച്ചത് അക്കാമ ചെറിയാൻ. 68ാമത്തെ ക്വസ്റ്റ്യൻ. ബംഗ്ലാദേശിലേക്ക് കടന്നിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ ത്രിപുരയാണ് ബംഗ്ലാദേശിലേക്ക് കടന്നിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ത്രിപുര. 69ാമത്തെ ക്വസ്റ്റ്യൻ. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ കറുത്ത മണ്ണ് ഏത് പേരിൽ കൂടി അറിയപ്പെടുന്നു? ഓപ്ഷൻ ഡി റീഗർ. അപ്പോൾ കറുത്ത മണ്ണിൻ്റെ മറ്റൊരു പേരാണ് റീഗർ. 70ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരളത്തിൽ ഇൽമനൈറ്റിൻ്റെയും മോണോസൈറ്റിൻ്റെയും നിക്ഷേപം ഏറ്റവും കൂടുതലായി കാണുന്ന ജില്ല ഏത്? ഓപ്ഷൻ എ കൊല്ലം ജില്ലയിലാണ് കേരളത്തിൽ ഇൽമനൈറ്റിൻ്റെയും മോണോസൈറ്റിൻ്റെയും നിക്ഷേപം ഏറ്റവും കൂടുതലായി കാണുന്ന ജില്ലയാണ് കൊല്ലം ജില്ല. 71ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വിവരാവകാശ നിയമപ്രകാരം സമർപ്പിക്കേണ്ട അപേക്ഷയിൽ പതിക്കേണ്ടത് എത്ര രൂപയുടെ കോർട്ട് ഫീസ് സ്റ്റാമ്പാണ്? ഓപ്ഷൻ സി 10 രൂപയുടെ കോർട്ട് ഫീസ് സ്റ്റാമ്പാണ് വിവരാവകാശ നിയമപ്രകാരം സമർപ്പിക്കേണ്ട അപേക്ഷയിൽ പതിക്കേണ്ടത് 10 രൂപയുടെ കോർട്ട് ഫീസ് സ്റ്റാമ്പ്. 72ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ല ഏത്? ഓപ്ഷൻ ഡി പാലക്കാട് ജില്ലയാണ് കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ലയാണ് പാലക്കാട് ജില്ല. 73ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത്? ഓപ്ഷൻ ബി വേമ്പനാട്ട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് കായൽ. 74ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച നേതാവ് ആര്? ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു ആണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. 75ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് റിക്കറ്റ്സ് അഥവാ കണരോഗം ഉണ്ടാകുന്നത്? ഓപ്ഷൻ ഡി വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലമാണ് കണരോഗം അഥവാ റിക്കറ്റ്സ് ഉണ്ടാകുന്നത് വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം. 76ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിൽ പെട്രോളിയം ഖനനം ആദ്യമായി ആരംഭിച്ചത് എവിടെ? ഓപ്ഷൻ സി അസം സംസ്ഥാനത്താണ് ഇന്ത്യയിൽ പെട്രോളിയം ഖനനം ആദ്യമായിട്ട് ആരംഭിച്ചത് അസം സംസ്ഥാനത്തിൽ. 77ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കുര്യാക്കോസ് ഏലിയാസ് ചാവറ ഇന്ത്യൻ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട വർഷമേത്? ഓപ്ഷൻ എ 1987 കുര്യാക്കോസ് ഏലിയാസ് ചാവറ ഇന്ത്യൻ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട വർഷമാണ് 1987. 78ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദി സീപോയ് മ്യൂട്ടിനി ആൻഡ് ദ റിവോൾട്ട് ഓഫ് 1857 എന്ന പുസ്തകം രചിച്ചതാര്? ഓപ്ഷൻ സി R.C. മജൂംദാർ ആണ് ദി സീപോയ് മ്യൂട്ടിനി ആൻഡ് ദ റിവോൾട്ട് ഓഫ് 1857 എന്ന പുസ്തകം രചിച്ചത് R.C. മജൂംദാർ. 79ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഏത്? ഓപ്ഷൻ സി താപവൈദ്യുതിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയാണ് താപവൈദ്യുതി. 80ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. IV ശശി സംവിധാനം ചെയ്ത 1921 എന്ന സിനിമയുടെ പ്രമേയം എന്തായിരുന്നു? ഓപ്ഷൻ ബി മലബാർ കലാപമായിരുന്നു IV ശശി സംവിധാനം ചെയ്ത 1921 എന്ന സിനിമയുടെ പ്രമേയം മലബാർ കലാപം. 81ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. റോളിംഗ് പ്ലാൻ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ആര്?
ഓപ്ഷൻ സി ഗുണാർ മിർഡലാണ് റോളിംഗ് പ്ലാൻ എന്ന ആശയം ആദ്യമായിട്ട് അവതരിപ്പിച്ചത്. ഗുണാർ മിർഡൽ. 82ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. അഹല്യ നഗരി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ പട്ടണം ഏത്? ഓപ്ഷൻ എ ഇൻഡോർ ആണ്. അഹല്യ നഗരി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ പട്ടണമാണ് ഇൻഡോർ. 83ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 1815 ആത്മീയ സഭ സ്ഥാപിച്ചതാര്? ഓപ്ഷൻ ബി രാജാറാം മോഹൻ റോയ് ആണ്. 1815 ആത്മീയ സഭ സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ്. 84ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ബംഗാളിലെ നീലം കർഷകരുടെ യാതനകളെ പ്രമേയമാക്കി നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചതാര്? ഓപ്ഷൻ എ ദീനബന്ധു മിത്രയാണ്. ബംഗാളിലെ നീലം കർഷകരുടെ യാതനകളെ പ്രമേയമാക്കി നീൽ ദർപ്പൺ എന്ന നാടകം എഴുതിയത് ദീനബന്ധു മിത്ര. 85ാമത്തെ ക്വസ്റ്റ്യൻ. കിഴക്കിൻ്റെ സ്കോട്ട്ലൻഡ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ പട്ടണം ഏത്? ഓപ്ഷൻ എ ഷില്ലോങ് ആണ്. കിഴക്കിൻ്റെ സ്കോട്ട്ലാൻഡ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ പട്ടണമാണ് ഷില്ലോങ്. 86ാമത്തെ ക്വസ്റ്റ്യൻ. ഏത് കമ്മിറ്റിയുടെ ശുപാർശ അനുസരിച്ചാണ് നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ ഭാഗമായത്? ഓപ്ഷൻ സി സപ്രു കമ്മിറ്റിയുടെ ശുപാർശ അനുസരിച്ചാണ് നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ ഭാഗമായത്. സപ്രു കമ്മിറ്റിയുടെ ശുപാർശ അനുസരിച്ച്. 87ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2018 ഏത് ദ്വീപിനാണ് സുഭാഷ് ചന്ദ്രബോസ് ദ്വീപ് എന്ന് നാമകരണം നടത്തിയത്? ഓപ്ഷൻ സി റോസ് ദ്വീപിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2018 സുഭാഷ് ചന്ദ്രബോസ് ദ്വീപ് എന്ന് നാമകരണം നടത്തിയത് റോസ് ദ്വീപിന്. 88ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഓൾ ഇന്ത്യ റേഡിയോയ്ക്ക് ആകാശവാണി എന്ന പേര് ലഭിച്ച വർഷമേത്? ഓപ്ഷൻ സി 1957 ഓൾ ഇന്ത്യ റേഡിയോയ്ക്ക് ആകാശവാണി എന്ന പേര് ലഭിച്ച വർഷമാണ് 1957. 89ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിൽ പിൻകോഡ് സമ്പ്രദായം ഏർപ്പെടുത്തിയ വർഷമേത്? ഓപ്ഷൻ ബി 1972 ഇന്ത്യയിൽ പിൻകോഡ് സമ്പ്രദായം ഏർപ്പെടുത്തിയ വർഷമാണ് 1972. 90ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വിമോചന സമരത്തിന് ആരുടെ പ്രസംഗത്തിൽ നിന്നാണ് ആ പേര് ലഭിച്ചത്? ഓപ്ഷൻ സി പനമ്പിള്ളി ഗോവിന്ദമേനോൻ്റെ പ്രസംഗത്തിൽ നിന്നാണ് വിമോചന സമരത്തിന് ആ പേര് ലഭിച്ചത്. പനമ്പിള്ളി ഗോവിന്ദമേനോൻ്റെ പ്രസംഗത്തിൽ നിന്ന്. 91ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ സംസ്ഥാനം ഏത്? ഓപ്ഷൻ ബി ഹിമാചൽ പ്രദേശാണ്. ഇപ്പോൾ ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. 92ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ബോഗാർചു ഗ്ലേസിയർ ഏത് നദിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി സിന്ധു നദിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ബോഗാർചു ഗ്ലേസിയർ സിന്ധു നദിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 93ാമത്തെ ക്വസ്റ്റ്യൻ. ഗംഗാ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ച വർഷമേത്? ഓപ്ഷൻ സി 2008 ഗംഗാനദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായിട്ട് പ്രഖ്യാപിച്ച വർഷമാണ് 2008. 94ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരളത്തിലെ ഏക കന്യാവനമായ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏത്? ഓപ്ഷൻ എ കുന്തിപ്പുഴയാണ്. കേരളത്തിലെ ഏക കന്യാവനമായ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ. 95ാമത്തെ ക്വസ്റ്റ്യൻ. താന്തിയ തോപ്പിയുടെ യഥാർത്ഥ നാമമെന്ത്? ഓപ്ഷൻ സി രാമചന്ദ്ര പാണ്ഡുരംഗ് എന്നതാണ്. താന്തിയ തോപ്പിയുടെ യഥാർത്ഥ നാമമാണ് രാമചന്ദ്ര പാണ്ഡുരംഗ്. 96ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 1857 വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ കലാപകേന്ദ്രങ്ങൾ ഏത് സംസ്ഥാനത്തായിരുന്നു ഉണ്ടായിരുന്നത്? ഓപ്ഷൻ ബി ഉത്തർപ്രദേശിലായിരുന്നു. 1857 വിപ്ലവത്തിൻ്റെ ഏറ്റവും കൂടുതൽ കലാപകേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നത് ഉത്തർപ്രദേശ് സംസ്ഥാനത്തായിരുന്നു. 97ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക.
കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയ വർഷം? ഓപ്ഷൻ സി 1973 കേരളം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയ വർഷമാണ് 1973. 98ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഭരണഘടനയുടെ എത്രാമത്തെ ഷെഡ്യൂളിലാണ് ഭാഷകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ ഡി ഭരണഘടനയുടെ 8ാമത്തെ ഷെഡ്യൂളിലാണ് ഭാഷകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 8ാമത്തെ ഷെഡ്യൂളിൽ. 99ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദോക്ലാം എന്ന ഭൂപ്രദേശം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമേത്? ഓപ്ഷൻ ബി സിക്കിമാണ്. ദോക്ലാം എന്ന ഭൂപ്രദേശം, ചൈനയുമായിട്ട് പ്രശ്നമുള്ള ദോക്ലാം എന്ന ഭൂപ്രദേശം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് സിക്കിം. 100ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. കോമൺവെൽത്ത് രാജ്യങ്ങളിൽ ആദ്യമായി ഹൈക്കോടതി ജഡ്ജിയായ വനിതയാര്? ഓപ്ഷൻ എ അന്ന ചാണ്ടിയാണ്. കോമൺവെൽത്ത് രാജ്യങ്ങളിൽ ആദ്യമായിട്ട് ഹൈക്കോടതി ജഡ്ജിയായ വനിതയാണ് അന്ന ചാണ്ടി. ഓക്കെ ഫ്രണ്ട്സ്.